അഡ്വക്കേറ്റ് അനിൽ ബോസ്, നിയമസഭയിൽ ശരവേഗത്തിൽ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിറ്റഴിക്കാൻ പാകത്തിൽ അതിന് നികുതി ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായി. അത് വി ഡി സതീശൻ്റെ ഒറ്റ താല്പര്യപ്രകാരമായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. മുൻ എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് കയ്യോടെ പിടികൂടി പ്രതിപക്ഷം എന്നാണ്. ഇനി കോൺഗ്രസിൽ നിന്ന് വി എം സുധീരൻ പറഞ്ഞത് സഭയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിന് മുൻപേ അത് പാർട്ടിയിൽ ചർച്ച ചെയ്യണമായിരുന്നു, യു ഡി എഫിൽ ചർച്ച ചെയ്യണമായിരുന്നു എന്നാണ്. എൽ ഡി എഫിനെ വിമർശിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടു തന്നെ വേണമായിരുന്നു ഇതിൽ നടപടി സ്വീകരിക്കാൻ എന്നാണ്. എന്തുകൊണ്ടാണ് ധനകാര്യ ബിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഈ നിർദ്ദേശങ്ങൾ പിൻവലിക്കണം എന്ന വി എം സുധീരൻ്റെ ആവശ്യം മുഖ്യമന്ത്രി പരിഗണിക്കാത്തത്? അദ്ദേഹം യു ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോഴും ഇത് പിൻവലിച്ചുകൊണ്ടല്ല അദ്ദേഹം ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത്, മറിച്ച് ഇതിലൊരു സമവായം ഉണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തിരുത്താൻ തയ്യാറാകാത്തത്? ഗോപികൃഷ്ണൻ, ഇതിൻ്റെ അകത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവാക്കി കൊടുത്തു എന്നൊരു പ്രയോഗം താങ്കൾ നടത്തി. അത് ശരിയല്ല. ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്, കേരളത്തിൽ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈനിൻ്റെ നികുതി എന്ന് പറയുന്നത് 86%, ബിയറിൻ്റേത് 110%, സ്പിരിറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന മദ്യത്തിൻ്റേത് 251%. നിലവിൽ 2022-23 ബഡ്ജറ്റിൽ പിണറായി വിജയൻ സർക്കാർ, അതിലെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ആണ് ബഡ്ജറ്റിൻ്റെ 64ാമത്തെ ഇനമായി വീര്യം കുറഞ്ഞ മദ്യം അത് പഴങ്ങളിൽ നിന്നും മറ്റും ഉൽപ്പാദിപ്പിച്ച് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വിറ്റ് ലാഭമുണ്ടാക്കും എന്ന നിലയിലുള്ള നടപടികൾ സ്വീകരിച്ചത്. അന്ന് അവർ ടാക്സ് നിശ്ചയിച്ചില്ല, ഇവിടെ ടാക്സ് നിശ്ചയിക്കണം എന്നൊരു നിർദ്ദേശം വെച്ചു. അത് യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ട് വേണം എന്ന് പറയുന്നത് ന്യായമായ കാര്യമാണ്. അത് മുഖ്യമന്ത്രിയും ഉൾക്കൊണ്ടിട്ടുണ്ട്. പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം സഭയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം ഞങ്ങളെന്തോ മദ്യ കമ്പനികൾക്ക് പുറകെ പോകുന്നു, അവർക്ക് ലാഭമുണ്ടാക്കാൻ പോകുന്നു. ഈ ചട്ടങ്ങളിൽ പരിഷ്കാരമുണ്ടാക്കിയതാരാ? ഈ പറയുന്ന ബെക്കാഡിക്ക് വേണ്ടി 3 പ്രാവശ്യത്തിലധികം പ്രപ്പോസൽ കൊടുത്തതാരാ? ശ്രീ എം വി ഗോവിന്ദനും എം പി രാജേഷും അടക്കമുള്ള ആളുകൾ ചട്ടങ്ങളിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് ബെക്കാഡിക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്, ഞങ്ങളല്ല. അവർ ഇതെല്ലാം ചെയ്തതിന് ശേഷം ബഹളമുണ്ടാക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു അഭിപ്രായം, നിങ്ങൾ പൊതുവിൽ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്ന അഭിപ്രായം, യു ഡി എഫിൻ്റെ ഒരു നയമില്ലേ, അപ്പോൾ യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ പറയുന്നൊരു പോളിസി ഇല്ലേ, അങ്ങനെ ഒരു പോളിസി ഇരിക്കുമ്പോൾ യു ഡി എഫ് ചർച്ച ചെയ്തിട്ട് വേണ്ടേ എന്ന ചോദ്യം ന്യായമാണ്. അത് ശ്രീ വി എം സുധീരൻ ചോദിച്ചാലും കേരളത്തിലെ ഏത് മന്ത്രിമാർ ചോദിച്ചാലും ന്യായമാണ്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാന്യനായ അഡ്വക്കേറ്റ് എം ലിജു കൃത്യമായി നയം പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിലപാട്? വളരെ വ്യക്തമായ നിലപാടാണ്. മദ്യനയം വന്നിട്ടില്ല, വരുമ്പോൾ ഇത് വിൽക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, അതിൻ്റെ കാറ്റഗറികൾ നിശ്ചയിക്കുന്നത് എക്സൈസ് വകുപ്പാണ്. അങ്ങനെ ഒരു നയം വന്നിട്ടില്ലാത്തിടത്തോളം കാലം ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. ഇനി എക്സൈസ് വകുപ്പിൻ്റെ അനുമതിയോടുകൂടി ചെയ്യേണ്ട കാര്യം അനുമതിയില്ലാതെ ചെയ്താൽ അതിനെ നിഷേധിക്കും എന്ന് വളരെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് മദ്യനയത്തെ സംബന്ധിച്ച ചർച്ച വരട്ടെ, ആ സമയത്താണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്തിമമായ തീരുമാനമെടുക്കുന്നത്. അത് തന്നെയാണ് നിയമസഭയിൽ വിവാദങ്ങൾ ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. അതായത്, ഒന്ന്, താങ്കൾ പറഞ്ഞു വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകി എന്ന പ്രയോഗം ശരിയല്ല എന്ന്. ഞാൻ തിരുത്താം. പക്ഷേ ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ. വീര്യം കുറഞ്ഞ മദ്യം ഈ നികുതി നിശ്ചയിക്കുന്നതിന് മുൻപ് എത്രയായിരുന്നു നികുതി കൊടുക്കേണ്ടിയിരുന്നത്? സാധാരണ മദ്യം വിൽക്കുമ്പോൾ, അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഈടാക്കുന്ന ഉയർന്ന നികുതി നിരക്കായി 251% കൊടുക്കേണ്ടിയിരുന്നില്ലേ? അപ്പോൾ പിന്നെ അത് പിന്നെ എങ്ങനെയായിരുന്നു? അല്ല, അപ്പോൾ പിന്നെ നികുതി ഇളവല്ലേ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം കൂടി, താങ്കൾ പറഞ്ഞത് ഈ വീര്യം കുറഞ്ഞ മദ്യം അനുവദിച്ച തീരുമാനം ഇടതുമുന്നണിയുടേതാണെന്നാണ്. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്തണമെന്ന് ആവശ്യപ്പെട്ട അപേക്ഷകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും അങ്ങനെ വേണ്ട എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്നുമാണ് എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് ഘടകവിരുദ്ധമായ മറ്റെന്തെങ്കിലും തെളിവുകളോ രേഖകളോ ഉണ്ടോ? തീർച്ചയായിട്ടും എം പി രാജേഷ് പറയുന്നത് പച്ചക്കള്ളമാണ്. എം പി രാജേഷ് മന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത്.
അതിൻ്റെ രേഖകൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണല്ലോ. വളരെ കൃത്യമായി നിങ്ങൾ ഇന്നും അതിൻ്റെ രേഖകളും വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടല്ലോ. വളരെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ മുൻപിൽ നിൽക്കുന്ന മികച്ച ഉദ്യോഗസ്ഥനായ ഋഷിരാജ് സിംഗ് തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിപണനം, വിനിയോഗം ഇത് പാടില്ല, ഇത് വരുന്ന ഒരു തലമുറയെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടും ആ റിപ്പോർട്ട് തിരുത്താൻ സമ്മർദ്ദം ചെലുത്തിയത് ആരാണ് എന്ന് എം പി രാജേഷ് വ്യക്തമാക്കട്ടെ, അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ വ്യക്തമാക്കട്ടെ. ഇവരുടെ തന്നെ ഗവൺമെൻറ് ഭാഗമായി ഉയർന്ന ഉദ്യോഗസ്ഥയായിട്ടുള്ള ആശാ തോമസിൻ്റെ കൃത്യമായ ഇടപെടലും സമ്മർദ്ദവും പല ഋഷിരാജ് സിംഗിൻ്റെ മുകളിൽ ഉണ്ടായി എന്ന രേഖകൾ സഹിതം ഇന്ന് കേരളത്തിൻ്റെ സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ഗോപി, ഞാൻ ചോദിച്ചതല്ല, അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാൻ വേണ്ടി ഇത്തരം കമ്പനികൾ, അതായത് ഇത്തരം ഇത് ഇറക്കാൻ താല്പര്യമുണ്ടെന്നും അതുകൊണ്ട് ഇത് നികുതി നിശ്ചയിച്ച് കുറച്ചു തരണമെന്ന ആവശ്യവും കഴിഞ്ഞ സർക്കാരിന്റെ മുന്നിൽ വെച്ചിരുന്നു. അതിന് സർക്കാർ വഴങ്ങിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വീര്യം കുറച്ച താങ്കൾ പറഞ്ഞ ചട്ടഭേദഗതിയെ സംബന്ധിച്ച് അവർ പറയുന്നത് പഴങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം അത് കേരളത്തിൻ്റെ തനത് മദ്യം എന്ന നിലയിൽ അതിന് വിപണി സാധ്യത നോക്കാൻ വേണ്ടി അങ്ങനെ ചട്ടഭേദഗതി ചെയ്തു എന്ന് അവർ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ മദ്യക്കമ്പനികൾ ആവശ്യപ്പെട്ട രീതിയിൽ നികുതിയിൽ ഒരു ഇളവ് നൽകാൻ അന്നത്തെ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് ശരിയല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ നികുതി ഘടനയുടെ കാര്യത്തിൽ 251% നൽകേണ്ടിയിരുന്നത്, അതിപ്പോൾ പുതുതായി നിശ്ചയിച്ചതോടുകൂടി അത് ഇളവായി മാറുന്നു എന്നാണ് എൻ്റെ വാദം. അല്ല ഗോപി, അത് രണ്ടും രണ്ടായിട്ട് കാണണം. ബെക്കാടി മുന്നോട്ട് വയ്ക്കുന്ന കാര്യവും വീര്യം കുറഞ്ഞ മദ്യവും രണ്ടും രണ്ടാണ്. മനസ്സിലായില്ലേ? രണ്ടും രണ്ടാണ്. ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നതിന് ചട്ടം ഭേദഗതി ചെയ്തു. ബെക്കാടിയെ സഹായിക്കാൻ വേണ്ടി വിവിധങ്ങളായിട്ടുള്ള ശുപാർശകൾ നടത്തിയ ആളുകൾ അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനും ശ്രീ എം പി രാജേഷുമാണ്. അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള ചട്ടഭേദഗതികൾ നടത്തിയിട്ടുള്ളത് അവരാണെന്നേ. നിലവിൽ നികുതി നിർദ്ദേശമെന്ന് പറയുന്ന ആദ്യമായിട്ട് വരികയാണ്. ഞാൻ ചോദിക്കുന്നു, വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിച്ചോ? ഗവൺമെൻറ് ഉൽപ്പാദിപ്പിച്ചോ? എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യം പുതിയതായി ഉൽപ്പാദിപ്പിച്ചതായി എനിക്കറിയില്ല. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സൈസ് വകുപ്പ് അതിനെ സംബന്ധിച്ച് ക്ലാരിറ്റിയോടുകൂടി മറുപടി പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.